ഒരു വെറൈറ്റി ഉപ്പുമാവ് ഒന്ന് ട്രൈ ചെയ്താലോ? സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടല്ലേ. ഇന്നിപ്പം നമുക്ക് സേമിയ വെച്ചിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കാവേ. പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കടലപ്പരിപ്പ് ഉഴുന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും ആവശ്യമായിട്ടുള്ള ഇഞ്ചി അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ അതിനകത്ത് ആഡ് ചെയ്യാം. 1-2 പച്ചമുളക് മതിയായിരിക്കും, ഒരുപാട് എരിയുടെ ആവശ്യമില്ലല്ലോ. അതിനുശേഷം ഒരു സവാള എടുത്ത് നന്നായിട്ട് അരിഞ്ഞത് അതും ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പിട്ട് കൊടുക്കണം, അതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. അതിനുശേഷം കുറച്ച് കറിവേപ്പിലും കൂടി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞപ്പൊടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി. അതിനുശേഷം ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കാം. ആവശ്യത്തിന് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, കാരണം നമ്മൾ സേമിയ ഇടുന്നതുകൊണ്ട് തന്നെ സേമിയ നമ്മളിവിടെ സെപ്പറേറ്റ് വേവിക്കുന്നില്ല, ഇതിൻ്റെ കൂടിയിട്ടാണ് വേവിക്കുന്നത്. അപ്പം അതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഇതിൽ യൂസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം അടച്ചു വെക്കണം. തീ കുറച്ച് വേണം വെക്കാൻ, എന്നാലേ അത് വേവത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ചിരിക്കുന്നത് മാറ്റി നമ്മൾ ഇളക്കി കൊടുക്കണം. സേമിയ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാനും വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വേവാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന സേമിയേൻ്റെ അളവിനനുസരിച്ചുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളി സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ.